ഈ പ്രോഗ്രാം ചെയ്തത് ഞാൻ ഓൾറെഡി വീണ്ടും കോമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ കഴിയും. ഞാൻ ജസ്റ്റ് കോമൻറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വ്യത്യസ്ത തരം നമുക്ക് ഡേറ്റ വാല്യൂസിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റും അറ്റ് സെയിം ടൈം തന്നെ. അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യണം ഇൻറ്റ് ബി എന്ന് ഡിക്ലെയർ ചെയ്തു, സെമിക്കോളൻ. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറും ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ക്യാർ സി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എനിക്കൊരു ഇൻറ്റീജറിനെ റീഡ് ചെയ്യണം, അതിനുശേഷം ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യണം. ദാറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ അതെങ്ങനെ പറ്റും? അതിനായിട്ട് ഞാൻ നൽകുകയാണ് സ്കാനഫ്. ആദ്യം ഞാൻ ഇൻറ്റീജറിനെയാണ് റീഡ് ചെയ്യുന്നത്. അതിന് %d നൽകി, അതിനുശേഷം സ്പേസ് ക്യാരക്ടറിനെയാണ് റീഡ് ചെയ്യുന്നത്. %c എന്ന് പറയുന്ന ഫോർമാറ്റിംഗ് സ്പെസിഫയർ നൽകി. ദെൻ ഞാൻ റീഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഞാനിവിടെ ആൻഡ് സിമ്പിൾ ഉപയോഗിച്ച് മെമ്മറി ലൊക്കേഷൻ നൽകുന്നു. അതിനായിട്ട് ബി, അതിനുശേഷം സി നൽകുന്നു, സെമിക്കോളൻ. ഇനി ഇത് ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്. printf. ആദ്യം ഞാൻ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ഇൻറ്റീജറിനെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ആദ്യമേ ക്യാരക്ടറിനെയാണ്, അതുകൊണ്ട് ഞാൻ സി നൽകുന്നു. ദെൻ അതിനുശേഷം ബി നൽകുന്നു, സെമിക്കോളൻ. ദെൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ കമ്പൈൽ ചെയ്തു, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഞാൻ നൽകേണ്ടത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, അത് ഞാൻ നൽകി. അതിനുശേഷം ഒരു ക്യാരക്ടർ നൽകുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 10C എന്ന് പറഞ്ഞാണ് നൽകിയത്. നമുക്ക് C10 എന്നാണ് വന്നിരിക്കുന്നത്. കാരണം ഞാനിവിടെ എൻ്റെ ഫോർമാറ്റിംഗ് സ്പെസിഫയറിനെ ഒന്ന് മാറ്റിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോസിബിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇത് കോമൻറ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെ നമ്മളുടെ നെയിം ഒന്ന് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് നമുക്കൊരു ഹലോ എന്നൊരു മെസ്സേജ് നൽകാൻ കഴിയും നമ്മുടെ കൺസോളിൽ? ഇതിന് നമ്മൾ അറേ അല്ലെങ്കിൽ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അറേ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം എന്ന് നോക്കാം. അറേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ നൽകുകയാണ് ക്യാർ നെയിം. അതിൻ്റെ സൈസാണ് പിന്നീട് പറഞ്ഞു നൽകേണ്ടത്. ഞാനൊരു 35 ആണ് സൈസ് നൽകുന്നത്. ഓക്കെ, അതിൽ എത്ര ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ അറേ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറേ എന്ന് പറയുന്ന സെഷനിൽ പഠിക്കാം. എൻ്റർ യുവർ നെയിം എന്ന് നൽകാം. ഓക്കെ, നമ്മളിവിടെ ഇതിനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. കാരണം ക്യാർ സി എന്നൊക്കെ പറഞ്ഞ് നൽകുമ്പോഴേക്കും എന്താണ്, അവിടെ ഒരു ക്യാരക്ടറിന് മാത്രമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനാണ് റീഡ് ചെയ്യുന്നത്, അതൊരു അറേ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നമ്മുടെ റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ നൽകേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്കാൻ എഫ് നൽകി കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ട്രിങ് ആണ്. അതുകൊണ്ട് %s എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് നൽകുന്നത്. ദെൻ നെയിം. ഇനി നമ്മുടെ കൺസോളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിലേക്ക് നമ്മുടെ മെസ്സേജ് നൽകണം. അതുപോലെ തന്നെ നമ്മുടെ പേര് അതിൽ ഉൾപ്പെടുത്തുകയും വേണം. അതിനായിട്ട് printf വെൽക്കം, അതിനുശേഷം %s. ഞാനൊരു വെൽക്കം മെസ്സേജ് നൽകി. ഹാപ്പി കോഡിംഗ്. അതിനുശേഷം നെയിം നൽകുന്നു, സേവ് ചെയ്യുന്നു. ബിൽഡ് ദ കറണ്ട് ഫയൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റെ യുവർ നെയിം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാനിവിടെ നിക്കിൻ എന്ന് നൽകുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും വെൽക്കം നിക്കിൻ, ഹാപ്പി കോഡിംഗ് എന്ന് പറഞ്ഞ മെസ്സേജും വന്നു. ഈ ഒരു സെഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ Q&A സെക്ഷനിൽ ചോദിക്കുക, അതല്ലെങ്കിൽ അത് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. ഓക്കെ.